friends, welcome back to our YouTube channel. It's me Gayatri. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചേച്ചിയില്ല, അത് ഞങ്ങളായിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കസിൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പാർക്കിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുവള്ളി പാർക്ക്, അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യൂ. ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ കുറേ വ്ളോഗ് കേട്ടിട്ടും വരും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ എൻജോയ് ചെയ്യും. അതിപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്കിത് ഭയങ്കര ഛർദിയാണ്. എനിക്ക് കാറിലിരിക്കുമ്പോൾ ഛർദിക്കാൻ വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും എൻജോയ് ചെയ്തില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു സത്യം പറഞ്ഞത് കാണാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ കരിയത്തമ്പാറയിലെത്തിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു അവിടെ. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടമായത് ആ മേഘം, മഞ്ഞ് പോലെയായിട്ട് മേഘം കിടക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നല്ല തണുത്ത വെള്ളമായിരുന്നു. സത്യം പറയാൻ നല്ല തണുത്ത വെള്ളമായിരുന്നു. അപ്പോൾ എനിക്ക് ഇറങ്ങാൻ നല്ല പേടിയായതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കുമായിരുന്നു ഇറങ്ങാനായിട്ട്. പിന്നെ കുറേ ഞാൻ ഇറങ്ങി ഞാൻ ഉണ്ണിക്കോട്ടെ നല്ല കളിയിലായിരുന്നു. ഞാൻ പിന്നെ ഇറങ്ങാൻ പേടിച്ചിരിക്കുമായിരുന്നു. ഞാനും ചേച്ചിയും കൂടി പിന്നെ കുറേ ഇറങ്ങി കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു. ഞങ്ങളിപ്പോൾ തോണിക്കടവ് വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ മേലേന്ന് കാണാൻ പറ്റിയൊരു സ്റ്റെപ്പ് പോലെ നല്ല സർക്കിൾ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഉണ്ടായിരുന്നു. നേരെ മുന്നിലേക്കായിരുന്നു. അത് നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും. അവിടെ ചെറിയ ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ണിക്കുട്ടനും കൂടി നല്ലോണം കളിച്ചു. പിന്നെ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ മാപ്പൊക്കെ കാണാം. നിങ്ങൾക്ക് മാപ്പൊക്കെ കാണാം. ഇതിൻ്റെ വഴി എങ്ങനെയാണ്, എവിടേക്കാണ് പോകുന്നത്, എങ്ങനെയാണ് ഉള്ളത് നോക്കാം. ഈ മാപ്പിലുണ്ടാവും. ഞങ്ങളിങ്ങനെ നടന്ന് പോയിരുന്നു. ഇവിടെ ഞാൻ കുറേ സ്ഥാനങ്ങൾ കാണിക്കുന്നുണ്ട്. ചെടികളാണ് ചുറ്റും, നല്ല ഭംഗിയുള്ള ചെടികൾ. ഞാനും കസിനെ കൂടി കളിക്കായിരുന്നു. നല്ല സ്പേസ് ഉണ്ട്. ഇതാണ് വ്യൂ പോയിന്റിനുള്ള നല്ല സ്ഥലം. അവിടെ അതിൻ്റെ മേലേക്ക് ഞങ്ങൾ കയറിയപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല മഞ്ഞൊക്കെ നിറഞ്ഞ മലകളും ചെടികൾ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ എന്തായാലും വരണം. ഈ സ്ഥലങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടേക്ക് വരണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനും ഉണ്ണിക്കുട്ടനും കൂടി ഊഞ്ഞാലാടാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞാലാടാൻ. പക്ഷെ ഉണ്ണിക്കുട്ട നല്ല ഭീകര രീതിയിലാണ് ഊഞ്ഞാലാടുന്നത്. അടിപൊളിയായിരുന്നു അവിടെ. അവിടെ അതിൻ്റെ മേലേക്ക് വരാനായിട്ട് ഒരു കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ മേലേക്ക് പോകേണ്ട സ്റ്റെപ്പ് കയറുകയാണ്. അങ്ങനെ വീഡിയോ എടുക്കുന്നതൊന്നും ഞാൻ നോക്കുന്നില്ല. എൻ്റെ ചേച്ചിയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ വേഗം ചാടിപ്പോയി, വേഗം ഓടിപ്പോയി. ഞാനും ഉണ്ണിക്കുട്ടും കൂടി റേസായിരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് സൈഡിൽ കൂടെ ഒക്കെ ഇടയിൽ കൂടെ ഒക്കെ കാണാൻ കസിന് ഇങ്ങനെ കയറി പോണത് നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ ചേച്ചിയും കയറുകയാണ് അതിൻ്റെ ഉള്ളിൽ. അവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അതുകൊണ്ട് അവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ കാറിലാണ് പോയത്. ഞങ്ങളിതാ കയറുകയാണ്. ഞാൻ ആദ്യമേ മേലെ എത്തിയിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണും. ഞാൻ പറഞ്ഞ് സർപ്രൈസ് പൊളിക്കുന്നില്ല. നിങ്ങൾ കാണും കേട്ടോ. അത് മാത്രമല്ല പറയാനാവില്ല, അത് കുറേ സ്റ്റെപ്പുണ്ട്. ചുറ്റി കുറേ സ്റ്റെപ്പുണ്ട് ചുറ്റി പോകാനായിട്ട്. കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ എങ്ങനെയൊക്കെ മേലെത്തിയത്. സ്പീഡിൽ റേസ് വെക്കാതെ ഞാൻ തന്നെ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞത്. ഇത് ഞാൻ തന്നെ അവസാനം എത്തിയത്. അടിപൊളിയായിരുന്നു. ഇവിടെ നല്ല അടിപൊളിയായിട്ട് മേലെ നല്ല വ്യൂ ആയിട്ട് കാണാം നിങ്ങൾക്ക്. നിങ്ങൾ എന്തായാലും ഇവിടേക്ക് വരണം.
ഞങ്ങളാദ്യം വിചാരിച്ച് മഴ പെയ്തതുകൊണ്ട് എല്ലാം പോയി, ആ രസമൊക്കെ പോയിരുന്നു. പക്ഷെ അല്ല, മഴ പെയ്തിട്ട് ആ നിൽക്കുന്ന മേഘങ്ങളും മഴ പെയ്തിട്ട് ഓരോരോ തുള്ളികൾ വീണതും അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഞാൻ വെള്ളത്തിൽ നിന്ന് കളിക്കുന്നതിൻ്റെ സ്ലോ മോഷൻ. അതെന്തായാലും നിങ്ങൾ പോയി കാണണം. അമ്മേനെ ഞാൻ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷെ അമ്മ പേടിച്ചില്ല, ഞാൻ ചമ്മിപ്പോയി. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് കാണാം മലയിൽ നല്ല മേഘമൊക്കെ കൂടിയിട്ട് ശരിക്കും മഞ്ഞാണ്. നല്ല അടിപൊളിയായിരുന്നു. വയനാട് പോലെ തന്നെ അത് അടിപൊളിയായിരുന്നു. അടുത്തൊരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ, അതേ ഊഞ്ഞാലാടുന്ന പോലെ തന്നെ അവൻ ഇവിടെ അടയുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടാവും, നേരത്തെ ഇപ്പോൾ വീഴാൻ പോയിട്ടുണ്ടായിരുന്നവൻ. അവനെ കുറേ നേരം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോയിരിക്കും. അപ്പം ഞാൻ ഒരുമിച്ച് പോവുകയാണെങ്കിൽ അവൻ്റെ കളി നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. ചെറുതാണെങ്കിലോ വെള്ളത്തിലേക്ക് പോവാനായിട്ട് കളിക്കുന്ന പോലെ ഇരുന്നു. വെള്ളത്തിൽ പിന്നെയും ചവിട്ടി കളിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാലങ്ങൾക്ക് ശേഷം ഊഞ്ഞാലാടുന്ന അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ഞങ്ങളുടെ യാത്ര കൊടുവള്ളി ഹിൽ പാർക്കിലേക്കായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ കൊടുവള്ളി ഹിൽ പാർക്ക്. പക്ഷെ അത് ഇത്തിരി കൂടി ആവാനുണ്ട്. കുഞ്ഞ് സ്വിമ്മിങ് പൂളും ഒക്കെ ആയിട്ടാണുള്ളത്. ഉണ്ണിക്കുട്ടനാണെങ്കിൽ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുമായിരുന്നു. അവൻ സിപ്പ് ലൈനിൽ കയറാൻ കുറേ നിർബന്ധിച്ചു. അവസാനം സുബ്രഹ്മണ്യന് സമ്മതിക്കുകയും ചെയ്തു ഇതിൽ സിപ്പ് ലൈനിൽ കയറാനായിട്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ ഞങ്ങളിതാ കയറുകയാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ബാത്റൂമുണ്ട്. പിന്നെ നിങ്ങൾ കാണിച്ചാൽ അത് ഒരു ഓപ്പൺ സ്റ്റേജ് പോലെയാണ്. ആ ഭാഗത്തേക്കാണ് ഇതുള്ളത്, ബാത്റൂം ഉള്ളത്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷെ ഇത്തിരി കൂടി ആവാനുണ്ട്. നിങ്ങൾക്ക് ബോർഡ് കാണാം, ഓപ്പൺ സ്റ്റേജ്, നിസ്കാര റൂം, ടോയ്ലറ്റ്, അങ്ങനെ ഓരോരോ സ്ഥലത്തേക്കുള്ളത് നിങ്ങൾക്ക് കാണാം. കണ്ടോ, താഴെ തന്നെ ഒരു കുഞ്ഞ് സ്വിമ്മിങ് പൂളാണുള്ളത്. അത് കുഞ്ഞതായതുകൊണ്ട് കയറാൻ ആരും സമ്മതിച്ചതുമില്ല. അടുത്ത പ്രാവശ്യം വേറെ എപ്പോഴെങ്കിലും പോകാമെന്നാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് കാണാം. ഈ കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിങ് ഇല്ലേ, കുട്ടികൾക്ക് ബോട്ട് ചെയ്യാൻ പറ്റുന്ന അതാണത്. ഈ ഹിൽ പാർക്ക് അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങൾ ടൈറ്റാനിക് സിനിമ എന്തായാലും കണ്ടിട്ടുണ്ടോ? കാണാത്ത ഒരാളും ഉണ്ടാവില്ല. ആ ടൈറ്റാനിക് സിനിമേൻ്റെ ടൈറ്റാനിക് പകുതി മുറിച്ചിട്ട് അവിടെ ചുമരിലൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സൈഡ് ട്രെയിന് വെച്ചതിൻ്റെ സൈഡത്തെ ഒരു ഭാഗം കൂടിയാണ് സിപ്പ് ലൈനിൻ്റെ ഭാഗത്തേക്ക് പോകണ വഴി. അവിടെ ഒരു സാധാരണ പോലെ ഇങ്ങനെ കാർഡ്ബോർഡ് പോലൊക്കെ വെച്ചിട്ടുള്ള ഒരു ട്രെയിനും ഉണ്ടായിരുന്നു, സ്ലൈഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ വാട്ടർഫോൾ പോലെ അങ്ങനെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് പോലെ കുറേ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഊഞ്ഞാലുണ്ട്. പിന്നെ ട്രെയിനാണ് മെയിൻ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ തട്ടി മറിച്ചിട്ട പോലെ. പിന്നെ ഒരു കുഞ്ഞു സ്നാക്സ് കട പോലെയും ഉണ്ട്. പിന്നെ അതിശയമായിട്ടാണ് എൻ്റെ ടീച്ചറെ ഞാനിവിടെ കണ്ടത്. പക്ഷെ സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ടീച്ചറെ ഞാൻ അവിടെ കണ്ടു. ഡ്രൈവർ വണ്ടി എടുക്കുമോ? ഡ്രൈവർ ഹലോ ഡ്രൈവർ ഞാനും ഉണ്ണിക്കുട്ടനും വന്നപ്പോൾ തന്നെ കളിക്കാൻ ഓടിയിട്ടോ. വീഡിയോന് വേണ്ടി ഒരു സംസാരം വരെ സംസാരിക്കുന്നില്ല. വന്നപ്പോൾ തന്നെ കളിക്കാൻ ഓടി. നിങ്ങൾ നേരത്തെ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഓടിയത്. അതാ നിങ്ങൾ കാണാൻ ടൈറ്റാനിക് ഒരു പാലുണ്ട്. ആ വഴി കൂടെ ഒരു സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട്, കുഞ്ഞ് സ്റ്റെപ്പ്.
അതിൽ കൂടെ കയറി കഴിഞ്ഞാൽ ആ പാലത്തിലേക്ക് എത്താം. ഇപ്പോൾ ഇതാ എൻ്റെ കസിന് സിപ്പ് ലൈനിൽ കൂടെ വരാനായിട്ടുണ്ടായിരുന്നു. ഞാനാദ്യം മേലെ എത്തി. പക്ഷേ ചേച്ചി ഇങ്ങനെ ക്യാമറയും പിടിച്ചിങ്ങനെ സ്ഥലമൊക്കെ നോക്കി വരുമ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടനെ അപ്പോഴത്തേക്ക് താഴേക്ക് വരികയും ചെയ്തു. മീൻസ് സിപ്പ് ലൈനിൽ കൂടെ ഇറങ്ങി വരികയും ചെയ്തു. മേലെ വരെ എത്തിയിട്ടില്ലെങ്കിൽ സൈഡിൽ കൂടെ അടിച്ചേച്ച് എടുത്തു കേട്ടോ. ഞാനവിടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ചെടികൾ കാരണം നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഞാനവിടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ പാലത്തിലൊക്കെ കയറി നോക്കാനിടെ താഴെ കൂടെ വെള്ളം പോകുന്നുണ്ട്. പിന്നെ ഒരു സാധനം നിൽക്കുകയാണ്, അങ്ങനെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചാടി കളിക്കാൻ പറ്റുന്ന ഇതുണ്ടായിരുന്നു. അത് ആദ്യം കാറ്റ് നിറച്ചിട്ടില്ലായിരുന്നു, പിന്നെ കാറ്റ് നിറച്ചു. അപ്പം തന്നെ ഞങ്ങൾ കയറി. അപ്പം അതിന് ഇത്ര പൈസയുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫ്രീയാ, അതിനൊരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പം അതാണ്. അതിലിത്തിരി വെള്ളം ഉണ്ടായിരുന്നു. ഞാനും ഉണ്ണിക്കുട്ടനും കൂടി അതിൽ കളിച്ചപ്പോൾ വെള്ളം ഉണ്ടായതുകൊണ്ട് ഇത്തിരി കൂടി കൂടുതൽ കളിച്ച പോലെ ആയിപ്പോയി. കാരണം സ്വിമ്മിങ് പൂളിൽ അതിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ മറ്റേ കുളത്തിൽ അടിപൊളിയായിട്ട് ഞങ്ങൾ കളിച്ചു. അടിപൊളി, നല്ല തണുത്ത വെള്ളമായിരുന്നു. ഇതിൽ കുറേ ഞങ്ങൾ കളിച്ചു. ചാടി കളിച്ചു. ഞാൻ കയറുമ്പോൾ ഉണ്ണിക്കുട്ടൻ എന്നെ വലിച്ചിടും, ഉണ്ണിക്കുട്ടൻ കയറുമ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടനെ വലിച്ചിടും. അങ്ങനെയായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകണ ഇതിലാണ്. ഓക്കെ, അപ്പം നല്ല രസമുള്ള കളിക്കലൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങളും ഇങ്ങനെ വരികയാണെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എന്തായാലും പോകണം. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടിൽ ദെൻ ബൈ ബൈ.